ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ടോപ്പിക് ആയിരുന്നു. നമ്മുടെ തേർഡ് യൂണിറ്റിലെ ആദ്യത്തെ സെക്ഷൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എലമെന്റ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ആ യൂണിറ്റിലെ രണ്ടാമത്തെ സെക്ഷനാണ്, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ, ദാറ്റ് ഈസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. എന്താണ് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന പ്രോപ്പർട്ടികളെ, സ്വഭാവങ്ങളെ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. നമ്മുടെ ആവർത്തന പട്ടികയിൽ പീരിയോഡിക് ടേബിളിൽ ക്രമമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇതിൽ നമുക്ക് കുറെ അധികം പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം പഠിക്കേണ്ട പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയസ് ആണ്. എന്താണ് ഈ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ റേഡിയസ് ആണ് അറ്റോമിക് റേഡിയസ്. എന്താ റേഡിയസ് എങ്ങനെ കാണുക? ഒരു സർക്കിളിന്റെ റേഡിയസ് കാണാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതായത് സെന്റർ മുതൽ സർക്കിളിന്റെ ഔട്ടർ എഡ്ജ് വരെയുള്ള ദൂരമാണ് റേഡിയസ്. നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ സെന്റർ ആരാ? ന്യൂക്ലിയസ്. ഔട്ടർ ഷെല്ല് ഇലക്ട്രോൺ. അപ്പൊ എന്തായി? റേഡിയസ് ആയി. അതായത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനും ഔട്ടർ ഷെൽ ഇലക്ട്രോണിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് അറ്റോമിക് റേഡിയസ്. അപ്പൊ എന്താ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്റർ ആരാണ്? ന്യൂക്ലിയസ്. അതുപോലെ അതിന്റെ ഔട്ടർ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺ, ഇവർ തമ്മിലുള്ള അകലത്തിനെ പറയുന്ന പേരാണ് അറ്റോമിക് റേഡിയസ്. അപ്പോൾ എന്താ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് അറ്റോമിക് റേഡിയസ് എന്നത് ഓർത്തു വെച്ചേക്കും. വളരെ സിമ്പിൾ ടോപ്പിക് അല്ലേ? അപ്പൊ ഒന്നാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടി എന്താണ്? അറ്റോമിക് റേഡിയസ്. എന്താ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഈ അറ്റോമിക് റേഡിയസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് ടേമുകൾ കൂടെയുണ്ട്. അറിയേണ്ട മറ്റൊരു ടേമാണ് കോവാലന്റ് റേഡിയസ്. എന്താണ് കോവാലന്റ് റേഡിയസ്? കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കോവാലന്റ്ലി ബോണ്ട് ആറ്റംസ്, ഇതൊരു മോളിക്യൂളിൽ ഉണ്ടാകുന്ന ആദ്യം ഓർത്ത് വെക്കുക. ഈ കോവാലന്റ് റേഡിയസ് എവിടെ ഉണ്ടാവുക? മോളിക്യൂളിലാണ് കോവാലന്റ് റേഡിയസ് ഫോം ചെയ്യുക. അതായത് കോവാലന്റ്ലി ബോണ്ട് ആറ്റംസ്, കോവാലന്റ് ബോണ്ടിങ് വഴി ബോണ്ട് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളുടെ റേഡിയസ് ആണ് കോവാലന്റ് റേഡിയസ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ പറയാം. ജസ്റ്റ് നോക്കുക. ഇതൊരു ആറ്റം, ഇത് മറ്റൊരു ആറ്റം. ഇവർക്കിടയിൽ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാകും, ഇലക്ട്രോൺസ് ഉണ്ടാകും, നമുക്കറിയാം. ഇടയിലുള്ള ബോണ്ടിങ് കോവാലന്റ് ബോണ്ടിങ് ആണെന്ന് വിചാരിക്കുക. കോവാലന്റ് ബോണ്ടിങ് മീൻസ് മ്യൂച്വൽ ഷെയറിംഗ് വഴി ഉണ്ടാകുന്ന ബോണ്ടിങ് ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവച്ച് ഫോം ചെയ്യുന്ന ബോണ്ടാണെന്ന് വിചാരിക്കുക. ഇവരുടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇതാണല്ലോ ഈ കോവാലന്റ്ലി ബോണ്ട് ആറ്റംസിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അതിന്റെ ഹാഫ്, പകുതി. കാര്യം വ്യക്തം മനസ്സിലാക്കുക. കോവാലന്റ്ലി ബോണ്ട് ആറ്റംസിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിന് പറയുന്ന പേരാണ് കോവാലന്റ് റേഡിയസ്. അപ്പൊ എന്താ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോവാലന്റ്ലി ബോണ്ട് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ രണ്ട് കോവാലന്റ്ലി ബോണ്ട് ആറ്റങ്ങളുടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിന്, പകുതിക്ക് പറയുന്ന പേരാണ് കോവാലന്റ് റേഡിയസ് എന്നത് ഓർത്തു വെച്ചേക്കുക. അപ്പൊ എന്താ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോവാലന്റ്ലി ബോണ്ട് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ രണ്ട് കോവാലന്റ്ലി ബോണ്ട് ആറ്റങ്ങളുടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിന് പറയുന്ന പേരാണ് കോവാലന്റ് റേഡിയസ് എന്നത് ഓർത്തു വെച്ചേക്കുക. ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഓർക്കാം. ഈ കോവാലന്റ് ബോണ്ടുകൾ മെജോറിറ്റിയും ഫോം ചെയ്യുന്നത് ഹോമോ അറ്റോമിക് മോളിക്യൂളിലാണ്. ഒരേ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾ. ദാറ്റ് മീൻസ് ക്ലോറിനും ക്ലോറിനും ചേർന്ന് എന്തുണ്ടാകുന്നു? Cl2. ഹൈഡ്രജനും ഹൈഡ്രജനും എന്തുണ്ടാകുന്നു? H2. ഓക്സിജനും ഓക്സിജനും ഉണ്ടാകുന്നു O2. ഇവയ്ക്കിടയിലേക്ക് ഉണ്ടാകുന്ന ബോണ്ടാണ് എന്ത് ബോണ്ട്?
കോവാലന്റ് ബോണ്ട്. മെജോറിറ്റിയും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ്. ഹെട്രോ അറ്റോമിക് മോളിക്യൂൾസിടയിലും കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യാറുണ്ട് എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. മെജോറിറ്റിയും എന്തായിരിക്കും ഹോമോ അറ്റോമിക് മോളിക്യൂൾ ആണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം. വളരെ സിമ്പിൾ അല്ലേ, ഓർക്കാമല്ലോ. അപ്പൊ എന്താ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ, എന്താണ് അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ, രണ്ട് ടേമുകളും ഓർത്ത് വെച്ചേക്കുക. ഇനി ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, മെറ്റാലിക് റേഡിയസ്. ആ ടേം കേട്ടോന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ച ധാരണ എത്തിക്കാണ്, മെറ്റാലിക് റേഡിയസ്. അപ്പോൾ എന്താണ് ഈ മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവാലന്റ് റേഡിയസ് പോലെ തന്നെ it is the half of the internuclear distance between two adjacent atom in a metallic crystal. അതായത് ഒരു മെറ്റാലിക് ക്രിസ്റ്റലിലെ രണ്ട് അഡ്ജസന്റ് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിന് പറഞ്ഞ പേരാണ് മെറ്റാലിക് റേഡിയസ്. അവിടെ കോവാലന്റ് ബോണ്ട് വേണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കോവാലന്റ് റേഡിയസ് പറയുമ്പോൾ ആ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് എന്ത് ബോണ്ട് തന്നെ ആയിരിക്കണം? കോവാലന്റ് ബോണ്ട് തന്നെ ആയിരിക്കണം. പക്ഷെ മെറ്റാലിക് റേഡിയസ് പറയുമ്പോൾ അത് മെറ്റൽസിനകത്തുള്ള രണ്ട് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിന് പറഞ്ഞ പേരാണ് എന്ന് പറയണം, മെറ്റാലിക് റേഡിയസ് എന്ന് പറയണം. അപ്പോൾ എന്താ മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ഹാഫ് of the internuclear distance between two adjacent atoms, അടുത്തുള്ള രണ്ട് ആറ്റങ്ങൾ in a metallic crystal. ഒരു മെറ്റാലിക് ക്രിസ്റ്റലിലെ അടുത്തുള്ള രണ്ട് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിന് പറഞ്ഞ പേരാണ് മെറ്റാലിക് റേഡിയസ് എന്ന് ഓർത്തു വെച്ചേക്കുക. സിമ്പിൾ അല്ലേ, ഓർക്കാലോ. രണ്ട് പോയിന്റുകൾ ഓർക്കുക. നമ്മുടെ ഈ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ കെമിസ്ട്രിക്കകത്ത് ഈ കോവാലന്റ് റേഡിയസിനെയും മെറ്റാലിക് റേഡിയസിനെയും നമ്മൾ അറ്റോമിക് റേഡിയസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതായത് മെറ്റാലിക് റേഡിയസ് എന്ന സാധനം തന്നെയാണ്, അറ്റോമിക് റേഡിയസ് തന്നെയാണ്. കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് അറ്റോമിക് റേഡിയസ്. അതായത് നമുക്ക് കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഇവയെല്ലാം കോമൺ ആയിട്ട് നമ്മൾ എന്തേ പറയാറുള്ളൂ, അറ്റോമിക് റേഡിയസ് എന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞാല്, ഈ രണ്ട് റേഡിയസ്, കോവാലന്റ് റേഡിയസിനെയും മെറ്റാലിക് റേഡിയസിനെയും കൺസിഡർ ചെയ്യുമ്പോൾ മെറ്റാലിക് റേഡിയസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ കോവാലന്റ് റേഡിയസ്. കോവാലന്റ് റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും മെറ്റാലിക് റേഡിയസ് എന്ന് ഓർക്കുക. അതായത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആരുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ? മെറ്റാലിക് റേഡിയസിന്റെ വാല്യൂ ആരുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും? കോവാലന്റ് റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മെറ്റാലിക് റേഡിയസിനെയും കോവാലന്റ് റേഡിയസിനെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാലിക് റേഡിയസിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ലൈറ്റ്ലി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആരേക്കാൾ? കോവാലന്റ് റേഡിയസിനേക്കാൾ എന്ന് ഓർത്ത് വെച്ചേ. സിമ്പിൾ രണ്ട് പോയിന്റുകളാണ്. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ മെറ്റാലിക് റേഡിയസിനെയും കോവാലന്റ് റേഡിയസിനെയും എന്തായിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ? അറ്റോമിക് റേഡിയസ് ആയി മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്താണ്? മെറ്റാലിക് റേഡിയസ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ കോവാലന്റ് റേഡിയസ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമ്മൾ പഠിക്കുന്ന പീരിയോഡിക് പ്രോപ്പർട്ടീസ്, അത് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് എന്ന് പറയണം. ഈ അറ്റോമിക് റേഡിയസിന്റെ ട്രെൻഡ് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ആദ്യം നോക്കുന്ന ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന്. നിങ്ങളിത് പഠിക്കുന്നതിന് മുമ്പേ ഒരു പൊതുവായ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം. ഏത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അറ്റോമിക് റേഡിയസ് ആയിക്കോട്ടെ, മറ്റെന്ത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഒരു പൊതുവായ ഒരു പാറ്റേൺ ഉണ്ട് പീരിയോഡിക് ടേബിളിനകത്ത്. ഒരു ഗ്രൂപ്പിനകത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം, വ്യക്തമായി മനസ്സിലാക്കുക, ഒരു ഗ്രൂപ്പിനകത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്തു വിചാരിക്കാം. എക്സ് ഓർ വൈ ആരോ ആയിക്കോട്ടെ, ഫ്രം ടോപ്പ് ടു ബോട്ടം ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്താൽ പീരിയഡില് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും ആ പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്തിരിക്കും. ഗ്രൂപ്പിൽ എങ്ങനെയാണോ, ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം എങ്ങനെയാണോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പീരിയഡില് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന കാര്യം ആദ്യം ഓർത്ത് വെക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞ കാര്യം പിടികിട്ടിയ ഒരു പൊതുവായ പാറ്റേൺ ആണ്. ഇതിനകത്ത് ഒരുപാട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്, എന്നാൽ ഒരു ജനറൽ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞത്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ഗ്രൂപ്പ് ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന പീരീഡ് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ് നോക്കാം. അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പില് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. അതായത് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട്? ആലോചിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കുക. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് വരുന്തോറും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യും. ഷെല്ലുകളുടെ എണ്ണം കൂടും. നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ഷെല്ല് കൂടുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസും ഇൻക്രീസ് ചെയ്യും.
ജസ്റ്റ് മനസ്സിലായോ? അതായത് ഒരു ഗ്രൂപ്പില് മുകളിൽ താഴേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് കൂടും. എന്തുകൊണ്ട്? വളരെ സിമ്പിൾ ആണ്. കാരണം ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ കൂടും. അറ്റോമിക് നമ്പർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഷെല്ലുകളുടെ എണ്ണം കൂടും. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? റേഡിയസ് കൂടും. ഓർക്കാൻ പറ്റുമല്ലോ? ഈ 4 പോയിന്റ് ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ്, as the atomic number increases, number of shells increases. As the number of shells increases, size increases, and therefore radius also increases. വളരെ സിമ്പിൾ ആണ്, ഓർത്ത് വയ്ക്കാവേ. അങ്ങനെയാണെങ്കിൽ പീരീഡ്സിൽ എങ്ങനെയായിരിക്കും പറഞ്ഞേ? ഞാൻ പറഞ്ഞൊരു പൊതുവായ പാറ്റേൺ നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ പീരീഡ്സിൽ എങ്ങനെയായിരിക്കും? ഫ്രം ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഇൻ എ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പീരീഡ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് ഒരു ഗ്രൂപ്പില് മുകളിലും താഴേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്താൽ പീരീഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ് അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. വൈ? നോക്കാം. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലും അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വ്യത്യാസമൊന്നുമില്ല. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? കൂടുന്നുണ്ടോ? നമുക്ക് നോക്കാം. അതായത് 4ാമത്തെ പീരീഡിലെ ഫസ്റ്റ് എലമെന്റ് ആണ് പൊട്ടാസ്യം. അതേ ഗ്രൂപ്പിലെ ലാസ്റ്റ് എലമെന്റ് ആണ് ക്രിപ്റ്റോൺ. പൊട്ടാസ്യം അറ്റോം നമ്പർ 19, ക്രിപ്റ്റോൺ അറ്റോം നമ്പർ 36. അതായത് ആ 4ാമത്തെ പീരീഡിലെ 1ാമത്തെ എലമെന്റ് ആണ് പൊട്ടാസ്യം. ആ പീരീഡിലെ 18ാമത്തെ എലമെന്റ് ആണ് ക്രിപ്റ്റോൺ എന്ന് ധാരണ നിങ്ങൾക്ക് വേണം. ഈ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2 8 8 1. അറിയാമല്ലോ? 2 8 8 1. ക്രിപ്റ്റോൺ എങ്ങനെ എഴുതാം? 2 8 18 8. കൺഫ്യൂഷൻ ഉണ്ടോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടില്ലേ? പൊട്ടാസ്യം എങ്ങനെ എഴുതുക? 19 2 1ാമത്തെ ഷെല്ല് K ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2. 2ാമത്തെ L ആണ്. എത്ര എണ്ണം കൊള്ളും? 2ാമത്തെ L ഷെല്ലാണ്. എത്ര ഇലക്ട്രോൺ കൊള്ളും? 8. 3ാമത്തത് M ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 18 കൊള്ളും. പക്ഷെ ഇവിടെ ബാക്കി 8 10 ബാക്കി 9 എണ്ണം വേണം അല്ലെ. 9 കൊടുക്കാൻ കഴിയോ? ഇല്ല. ഔട്ടർ മോസ്റ്റിൽ മാക്സിമം എത്രേ വരാൻ പാടുള്ളൂ? മാക്സിമം 8 ഇലക്ട്രോൺ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ മാക്സിമം എത്ര വരാൻ പാടുള്ളൂ? 8 വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 8 കൊടുത്തിട്ട് ബാക്കി ഒരെണ്ണം അടുത്ത ഷെല്ലിലേക്ക് കൊടുക്കാം, N ഷെല്ലിലേക്ക് കൊടുക്കാം. കൺഫ്യൂഷൻ ഉണ്ടോ? 19 ആയില്ലേ? 2 8 8 1. അടുത്ത് ക്രിപ്റ്റോൺ 36. K എത്ര എണ്ണം കൊള്ളും? 2. L എത്ര കൊള്ളും? 8. 10 ആയി അല്ലേ. ബാക്കി എത്ര ഉണ്ട്? 26. അടുത്ത് M ൽ എത്ര കൊള്ളും? 18 കൊള്ളും. 18 കൊടുക്കാൻ കാരണം എന്താകില്ല? ഔട്ടർ മോസ്റ്റ് ഷെൽ ആകത്തില്ല. അപ്പൊ 18 കൊടുത്തു. അപ്പൊ എത്രയാ? 18 × 20 28 ആയി. ബാക്കി എത്ര 8 വരും അല്ലേ. അല്ലേ? അതായത് 4ാമത്തെ പീരീഡിലെ 1ാമത്തെ എലമെന്റ് ആണ് പൊട്ടാസ്യം. എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് നോക്കി. 1 2 3 4. അതേ ഗ്രൂപ്പിലെ 18ാമത്തെ എലമെന്റ് ആണ് ക്രിപ്റ്റോൺ. എത്ര ഷെല്ലുണ്ടെന്ന് നോക്കി. 1 2 3 4. അറ്റോമിക് നമ്പർ കൂടി, പക്ഷെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഷെൽസ് റിമൈൻസ് സെയിം. നമ്പർ ഓഫ് ഷെൽസ് എന്താണ്? സെയിം ആയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. പക്ഷേ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ചെയ്യും? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇവിടത്തെ 4 ഷെല്ലുകളെയും കൂടെ എത്ര പ്രോട്ടോണുകൾ അട്രാക്ട് ചെയ്യും? 19 പ്രോട്ടോണുകൾ അട്രാക്ട് ചെയ്യും. ന്യൂക്ലിയസിന്റെ ചാർജ് ആരുടെ ചാർജാ? പ്രോട്ടോണിന്റെ ചാർജാ. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് ആരൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും. അല്ലെങ്കിൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ദാറ്റ് ഈസ് ന്യൂക്ലിയസിന്റെ ചാർജ് ആരുടെ ചാർജ് ആണ്? പ്രോട്ടോണിന്റെ ചാർജ് ആണ്. ദാറ്റ് ഈസ് ഇവിടെയുള്ള ഈ 4 ഷെല്ലുകളെയും ആര് അട്രാക്ട് ചെയ്യും? 19 പ്രോട്ടോണുകൾ അട്രാക്ട് ചെയ്യും. അതേസമയം ഇവിടെ നോക്കിയേ, ഇവിടെയുള്ള ഈ 4 ഷെല്ലുകളെയും 36 പ്രോട്ടോണുകൾ അട്രാക്ട് ചെയ്യും. അപ്പൊ ആർക്കായിരിക്കും സ്ട്രെങ്ത് കൂടുതല്? ന്യൂക്ലിയസ് സ്ട്രെങ്ത് എവിടെയാ കൂടുതല്? ഇവിടെ 36 പ്രോട്ടോൺ ഇല്ലേ, ഇതിന്റെ ഫോഴ്സ് ആയിരിക്കില്ലേ കൂടുതല്? ദാറ്റ് ഈസ് സൈസ് എന്ത് ചെയ്യപ്പെടും? കുറയും. മനസ്സിലാക്കുക. അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പൊ ഈ 3 കാര്യങ്ങൾ പറയണം. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ്, ആസ് ദി അറ്റോമിക് നമ്പർ ഇൻക്രീസസ്, നമ്പർ ഓഫ് ഷെൽ റിമൈൻസ് ദ സെയിം.
but effective nuclear charge increases, therefore atomic radius also decreases. Confusion ഉണ്ടോ? അതായത് ഇടത്തുനിന്ന് വലത്തേക്ക് പോകും തോറും അറ്റോമിക് നമ്പർ കൂടും, പക്ഷെ ഷെല്ലുകളുടെ എണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. റേഡിയസ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടുമെന്ന് ഓർത്തു വെച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ടേം ആണ് അറ്റോമിക് റേഡിയസ്. ഓർക്കേണ്ട ടേമുകൾ എന്താണ്? അറ്റോമിക് റേഡിയസ്, എന്താണ് കോവാലന്റ് റേഡിയസ്, എന്താണ് മെറ്റാലിക് റേഡിയസ്, അതിന്റെ പീരിയോഡിക് ട്രെൻഡ്, പീരീഡിൽ എങ്ങനെ, ഗ്രൂപ്പിൽ എങ്ങനെ. സിമ്പിൾ അല്ലേ? ഓർത്തു വയ്ക്കാമല്ലോ. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ അയോണിക് റേഡിയസ്. എന്താണ് അയോണിക് റേഡിയസ്? അയോണിക് റേഡിയസ് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ട ടേം ആണ് അയോൺസ്. എന്താ അയോൺസ് എന്ന് പറഞ്ഞാൽ? ചാർജ്ഡ് സ്പീഷീസ്. അതായത് ചാർജ് ഉള്ള സ്പീഷീസുകളെ പറഞ്ഞ പേരാണ് അയോൺസ്. ഈ അയോൺസ് എങ്ങനെ ഫോം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളിലൂടെ അയോണുകൾ ഫോം ചെയ്യാം. അപ്പോൾ അയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിനകത്തേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ ഫോം ചെയ്യാം, അതുപോലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താലും അയോണുകൾ ഫോം ചെയ്യാം. ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിനകത്തേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ ഫോം ചെയ്യുന്ന അയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺ ഇല്ലാതെ നെഗറ്റീവ് ചാർജ് അല്ലേ. അതിന് പറഞ്ഞ പേര് ആനയോൺസ്. ഇതിന്റെ പേര് പറയും ആനയോൺസ്. ഇനി ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിനകത്ത് നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ഫോം ചെയ്യുന്നത് ഏതായിരിക്കും? പോസിറ്റീവ് അയോൺസ് ആയിരിക്കും. അതിന് പൊതുവായി പറഞ്ഞ പേര് കാറ്റയോൺസ്. കാര്യം മനസ്സിലായോ? അയോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അയോൺസ് മീൻസ് ചാർജ് ഉള്ള സ്പീഷീസുകൾ. എങ്ങനെ ഫോം ചെയ്യും? ഒന്നുകിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിലേക്ക് പുതുതായി ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ദാറ്റ് ഈസ് നെഗറ്റീവ് അയോൺ ആയി മാറും. അതിന് പൊതുവായി നെഗറ്റീവ് അയോൺസിന് കോമൺ ആയി പറയുന്ന പേരാണ് ആനയോൺസ്. ഇനി ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിനകത്ത് നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അത് പോസിറ്റീവ് അയോൺസ് ആയി മാറും. ഈ പോസിറ്റീവ് അയോൺസിന് കോമൺ ആയി പറയുന്ന പേരാണ് കാറ്റയോൺസ് എന്ന് മനസ്സിലാക്കുക. ഓർത്തു വയ്ക്കാൻ പറ്റും വിചാരിക്കുന്നു. ഇനി എന്താണ് അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ, ഈ അയോൺസിന്റെ സെന്റർ, ദാറ്റ് മീൻസ് ന്യൂക്ലിയസ് തന്നെ, അതിന്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ, ഇവർക്കിടയിലുള്ള അകലമാണ് തോന്നുന്ന സാധനം അയോണിക് റേഡിയസ്. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ അയോൺ. ഒരു അയോണിന്റെ ന്യൂക്ലിയസിനും ഔട്ടർ ഷെൽ ഇലക്ട്രോണിനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം, അതിന് പറഞ്ഞ പേരാണ് എന്തോന്ന്? അയോണിക് റേഡിയസ്. അപ്പൊ എന്താ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺ ഇൻ ആൻ അയോൺ. ഒരു അയോണിന്റെ ന്യൂക്ലിയസിനും ഔട്ടർ ഷെൽ ഇലക്ട്രോണിനും തമ്മിലുള്ള അകലം എന്താണോ അതിന് പറഞ്ഞ പേരാണ് എന്തോന്ന്? അയോണിക് റേഡിയസ്. ഇതിൽ പറയും അയോണിക് റേഡിയസ് എന്ന് പറയും. നോക്കുക. അപ്പൊ എന്താ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺ ഇൻ ആൻ അയോൺ. ഇതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ വരാൻ സാധ്യതയുണ്ട്, നോക്കിയിരിക്കുക. അതായത് ആനയോൺസ് ആർ ലാർജർ ദാൻ ന്യൂട്രൽ ആറ്റം അല്ലെങ്കിൽ പാരന്റ് ആറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ അയോൺ ഫോം ചെയ്ത ആറ്റത്തിനേക്കാൾ ഇവിടെ ഫോം ചെയ്യുന്ന ആനയോൺസിന്റെ റേഡിയസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ സൈസ് കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? നമുക്കൊന്ന് ആലോചിച്ചാൽ പറയാൻ കഴിയുന്ന കാര്യമുള്ളൂ. നമുക്ക് നോക്കാം. നമ്മുടെ ന്യൂട്രൽ ആറ്റം, ഒരു എക്സാമ്പിൾ എടുക്കാം, ക്ലോറിൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 17 ആണെന്ന് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. അത് ഒരു ഇലക്ട്രോണിനെ കൂടെ ഗെയിൻ ചെയ്ത് Cl മൈനസ്, ദാറ്റ് മീൻസ് ആനയോൺ ആയി മാറി. അപ്പോഴേക്കും 2, 8, 8 ആയി മാറി. കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ഇലക്ട്രോണിനെ കൂടി ഗെയിൻ ചെയ്യുമ്പോൾ Cl മൈനസ് ആയി മാറും. ഇപ്പോൾ ഇതിനകത്ത് എത്ര പ്രോട്ടോണുകൾ ഉണ്ട്? ക്ലോറിനകത്ത് 17. ഇലക്ട്രോൺ എത്രയുണ്ട്? 17. കൺഫ്യൂഷൻ ഇല്ലല്ലോ? Cl മൈനസിനകത്തോ പ്രോട്ടോണിന്റെ എണ്ണം വ്യത്യാസമില്ല, 17 തന്നെ. പക്ഷെ ഇലക്ട്രോണിന് എത്രയായി മാറി? ഒന്നുകൂടെ ഗെയിൻ ചെയ്തില്ലേ? 18 ആയി മാറി. ദാറ്റ് ഈസ് നമ്മുടെ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താലോ ഇലക്ട്രോണിനെ ലോസ് ചെയ്താലോ പ്രോട്ടോണിന്റെ എണ്ണത്തിൽ ഒരിക്കലും എന്തുണ്ടാകില്ല? ചേഞ്ച് ഉണ്ടാകില്ല. ദാറ്റ് ഈസ് ന്യൂക്ലിയസിന്റെ ചാർജിൽ ചേഞ്ച് ഉണ്ടാകില്ല. ന്യൂക്ലിയസ് ചാർജ് റിമൈൻസ് സെയിം. ഈ Cl-നകത്ത് 17 പ്രോട്ടോണുകൾ എത്ര ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുമായിരുന്നു? 17 ഇലക്ട്രോണിനെ.
ഇതിനകത്തോ Cl മൈനസിനകത്ത് ഈ 17 പ്രോട്ടോണുകൾ 18 ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ ഇഫക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും. നേരത്തെ 17 ഇലക്ട്രോണുകളെ ആര് അട്രാക്ട് ചെയ്താൽ മതി? 17 പ്രോട്ടോണുകൾ. ഇപ്പോഴോ 18 ഇലക്ട്രോണുകളെ 17 പ്രോട്ടോണുകൾ തന്നെ അട്രാക്ട് ചെയ്യണം. ഒരു ഇലക്ട്രോൺ കൂടെ കൂടുകയല്ലേ? ദാറ്റ് ഈസ് ഇലക്ട്രോണുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. That is effective nuclear charge for electron decreases. ഇലക്ട്രോണിന്റെ ഇഫക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ് കുറയും. അതുകൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യും? കൂടുമെന്ന് ഓർക്കുക. സൈസ് എന്ത് ചെയ്യും? കൂടും. അതുപോലെ തന്നെ നമ്മുടെ കാറ്റയോൺസ്, that means പോസിറ്റീവ് അയോൺസിന്റെ സൈസ് ചെറുതായിരിക്കും. ആരേക്കാൾ? ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ അല്ലെങ്കിൽ പാരന്റ് ആറ്റത്തിനേക്കാൾ. ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ അല്ലെങ്കിൽ പാരന്റ് ആറ്റത്തിനേക്കാൾ നമ്മുടെ കാറ്റയോൺസിന്റെ സൈസ് ചെറുതായിരിക്കും. എന്തുകൊണ്ട്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം സോഡിയം എത്ര ആറ്റോമിക് നമ്പർ? 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്ത് Na+ ആയി മാറുന്നു. കാറ്റയോൺ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോഴാണ് കാറ്റയോൺ കിട്ടുന്നത്, പോസിറ്റീവ് ആയി കിട്ടുന്നത് Na+ ആയി മാറി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8. കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടായിരുന്നു? 11 പ്രോട്ടോൺ. ഇവിടെ 11 ഇലക്ട്രോൺ. Na+ ആയപ്പോഴോ പ്രോട്ടോൺ എണ്ണത്തിൽ മാറ്റമില്ല, പക്ഷെ ഇലക്ട്രോൺ എത്രയായി മാറി? 10 ആയി മാറി. അതായത് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ 3 ഷെല്ലുകൾ ഉണ്ടായിരുന്നു അല്ലെ Na+. Na+ എത്ര ഷെല്ലുകളേ ഉള്ളൂ? 2 ഷെല്ലുകളേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഷെല്ല് എന്ത് ചെയ്തു? കുറഞ്ഞു. ന്യൂക്ലിയസിന് അടുത്തേക്ക് വന്നു അല്ലെ? 2. ഇവിടെ 11 ഇലക്ട്രോണുകളെ എത്ര പേർ അട്രാക്ട് ചെയ്തു? 11 പ്രോട്ടോൺ അട്രാക്ട് ചെയ്തു. പക്ഷെ ഇവിടെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 10 ഇലക്ട്രോണേ ഉള്ളൂ. അട്രാക്ട് ചെയ്യാൻ 11 പ്രോട്ടോൺ ഉണ്ട്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യും? കുറയുമെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. കാരണം ഷെല്ലുകളുടെ എണ്ണം കുറയുന്നുണ്ട്, ദെൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യും? കുറയുമെന്ന് ഓർത്ത് വെച്ചേക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? ഓർത്ത് വെക്കാമല്ലോ. ഇവിടെ വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. Cl ഉം Cl- കൊടുത്തേക്കും. Cl- അയോണിക് റേഡിയസ് 1.88 ആങ്സ്ട്രോം, ക്ലോറിൻ്റെത് 0.99 ആങ്സ്ട്രോം ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. കാര്യം തന്നെയാണ്. ഇതിന്റെ അയോണിക് റേഡിയസ് കൂടുതലാണ്, ഇതിന്റെ അയോണിക് റേഡിയസ് കുറവാണ്. സൈസ് കൂടുമ്പോൾ റേഡിയസ് എന്ത് ചെയ്യും? കൂടും. ഇതേ റീസൺ തന്നെയല്ലേ? ഇതുപോലെ ഇവിടെയും ചോദിക്കാം. Na-യുടെയും Na+ന്റെയും അയോണിക് റേഡിയസ് തന്നേക്കും. Na+ന്റെ കുറവാണ് Na-യേക്കാൾ. എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. രണ്ടിന്റെയും റീസൺ സിമ്പിൾ അല്ലേ? ഓർത്തു വെക്കാൻ കഴിയുമല്ലോ. ഈ പോയിന്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെച്ചേക്കണം. ഒരു ടേം കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ആ വാക്ക് തന്നെ ഉണ്ട്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ടുള്ള സ്പീഷീസ്, ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള സ്പീഷീസുകൾ, അവയെ പറഞ്ഞ പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കറിയാം നിയോൺ ആറ്റോമിക് നമ്പർ 10 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 10 ഇലക്ട്രോണുകൾ ഉണ്ടാകും. സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 11 ഉണ്ടാകും. പക്ഷെ Na+ ആയാലോ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞിരിക്കും. ദാറ്റ് ഈസ് 10 ഇലക്ട്രോണുകളേ ഉള്ളൂ. അതുപോലെ മെഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12 ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ എത്രയാണ്? 12 ആണ്. Mg2+ ആയാലോ 10 ഇലക്ട്രോണേ കാണത്തുള്ളൂ. സംശയമുണ്ടോ? ഫ്ലൂറിൻ ആറ്റോമിക് നമ്പർ 9 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 9. F- ആയാൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. എന്തായി മാറും? ഇലക്ട്രോൺ എണ്ണം 10 ആയി മാറി. ദാറ്റ് ഈസ് ഈ പറഞ്ഞ സാധനങ്ങൾക്കകത്തെല്ലാം ഇലക്ട്രോണുകൾ എത്രയാണ്? 10 ആണ്. കൺഫ്യൂഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണെങ്കിൽ ഇവയെ പറഞ്ഞ പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇത് പറയും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? the species having same number of electrons, ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള സ്പീഷീസുകളെ പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകൾ എന്ന് പറയാം. ആറ്റംസ് ആൻഡ് അയോൺസ്, ആറ്റംസ് ആൻഡ് അയോൺസ് having same number of electrons are called ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓർത്തു വെക്കാൻ കഴിയില്ലേ? സിമ്പിൾ ടോപ്പിക് അല്ലേ? എക്സാമ്പിൾ ഓർത്തു വെച്ചേക്കുക. രണ്ടാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടി, നമുക്ക് പഠിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടി,
അയണൈസേഷൻ എന്താൽപി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി. എന്താൽപിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ എച്ച് ആയതുകൊണ്ട് ഡെൽറ്റ എച്ച്, അയണൈസേഷന്റെ ഐ. അയണൈസേഷൻ എന്താൽപി വളരെ സിമ്പിൾ ആണ്. ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണെങ്കിലും റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജിയെ പറയുന്ന പേരാണ് അയണൈസേഷൻ എന്താൽപി. ജസ്റ്റ് ഇവിടെ നോക്കുക. ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ടാകും? ന്യൂക്ലിയസ്. ഇവിടെ കുറെ ഷെല്ലുകളൊക്കെ ഉണ്ടാകും. അതിന് ഔട്ടർ ഷെല്ലിൽ എന്തുണ്ടാകും? ഇലക്ട്രോൺസ് ഉണ്ടാകും. ഈ ന്യൂക്ലിയസും ഇലക്ട്രോൺ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവണമല്ലോ. ഉണ്ടാകും. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും ന്യൂക്ലിയസ് അത് എന്താണ്? പോസിറ്റീവ് ആയതുകൊണ്ട് ഇവർക്കിടയിൽ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ഇവിടുത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യണം. വേണോ? വേണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ എനർജി കൊടുക്കണ്ടേ? അതിന് എത്ര എനർജിയാണോ കൊടുക്കേണ്ടത് ആ എനർജിക്ക് പറഞ്ഞ പേരാണ് അയണൈസേഷൻ എന്താൽപി. The amount of energy required to liberate at least one electron from the outer shell of a neutral gaseous atom. അതായത് ഒരു ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണെങ്കിലും റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജി എത്രയാണോ ആ എനർജിയെ പറഞ്ഞ പേരാണ് അയണൈസേഷൻ എന്താൽപി എന്നത് ഓർത്തു വെച്ചേക്കുക. സിമ്പിൾ ആണ്, ഓർക്കാമല്ലോ. ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണെങ്കിലും റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജി എത്രയാണോ ആ എനർജിക്ക് പറഞ്ഞ പേരാണ് അയണൈസേഷൻ എന്താൽപി എന്ന് ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് ഓർത്തു വയ്ക്കുക. സിമ്പിൾ ആയി പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. സപ്പോസ് ഇവിടെ നോക്കുക. സോഡിയം അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഈ ഔട്ടർ ഷെൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. നമ്മൾ എനർജി കൊടുത്ത് തന്നെ ആകണം അല്ലെ. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ എന്തായി മാറും? അത് Na+ ആയി മാറും, 28 ആയി മാറും. ഇവിടെ കൊടുക്കേണ്ട എനർജിയെ ഞാൻ E1 എന്ന് കൊടുക്കുന്നു. ഒരു അയണൈസേഷൻ എനർജി കൊടുത്തിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. ഇനി ഇതിനകത്ത് നിന്ന് വീണ്ടും ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ എന്തായി മാറണം? Na2+ അല്ലെ. ഇത് 2 ആയി മാറും. ഇതിന്റെ ഔട്ട് ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അത്ര എളുപ്പമാണോ റിമൂവ് ചെയ്യുക? എളുപ്പമല്ല. അതായത് ഒന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക, എനർജി കൊടുത്തു തന്നെ ആകണം. കൊടുത്തു, അല്പം കൂടി ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അല്പം കൂടി സ്റ്റേബിൾ ആയ സാധനമായി മാറും ഇല്ലേ. അല്ലെങ്കിൽ ആ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഇതിനകത്ത് നിന്നും അടുത്തൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക അത്ര എളുപ്പമല്ല. ദാറ്റ് ഈസ് വീണ്ടും എനർജി കൊടുക്കണം. ആ എനർജി ആദ്യം കൊടുത്ത എനർജിയേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. കാര്യം പിടുത്തം കിട്ടിയില്ലേ? ഇത് സ്റ്റേബിൾ ആയി മാറുകയാണ്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് അടുത്തേക്ക് വരികയാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുകയാണ്. പിന്നെ അല്പം കൂടി കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക, അത്ര എളുപ്പമാണോ? അത്രയും എളുപ്പമല്ല. വീണ്ടും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് 3+ ആക്കി മാറ്റണമെങ്കിൽ ഇതിനേക്കാൾ കൂടിയ ഒരു എനർജി കൊടുത്ത് തന്നെ ആകണം അല്ലേ. That is, ഇത് നമ്മള് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി, തേർഡിലേക്കൊന്നും പോകാറില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ ഓർഡർ കൂടുന്തോറും അയണൈസേഷൻ എന്താൽപി കൂടി 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 വരും. കാരണം സ്റ്റെബിലിറ്റി കൂടുക, ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്? ന്യൂക്ലിയസ് അടുത്തേക്ക് വരികയാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുകയാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. പിന്നെ കൂടിയ എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓർക്കേണ്ട പോയിന്റ് ഇത് മാത്രം മനസ്സിലാക്കുക. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി. തേർഡിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കുക. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപിയേക്കാൾ വളരെ കൂടുതലായിരിക്കും എന്നുള്ള ധാരണ നമുക്ക് വേണം. ഓർക്കാൻ കഴിയില്ലേ? കാരണവും മനസ്സിലായല്ലോ, എന്തുകൊണ്ട് കൂടി എന്ന് മനസ്സിലായല്ലോ. കാരണം ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും മിക്കവാറും ആറ്റം എന്തായിട്ടുണ്ടാകും? സ്റ്റേബിൾ ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് അടുത്തേക്ക് വരും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. പിന്നെ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ആ കൂടിയ എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി. ഓർക്കാൻ കഴിയില്ലേ? അടുത്ത നമ്മൾ നോക്കേണ്ടത് ഈ അയണൈസേഷൻ എന്താൽപി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അയണൈസേഷൻ എന്താൽപി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫാക്ടർ അറ്റോമിക് റേഡിയസ്. ആലോചിച്ചാൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റോമിക് റേഡിയസ് അറിയാം, ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിൽ അകലമാണ് അറ്റോമിക് റേഡിയസ്. ഈ അകലം കൂടുന്തോറും ന്യൂക്ലിയസിന് ഇലക്ട്രോൺ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയല്ലേ.
അപ്പം ന്യൂക്ലിയസ് അടുത്താണ് ഇലക്ട്രോൺ ഇരുന്നാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. ന്യൂക്ലിയസിന് അകലെ പോകുന്തോറും എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ദാറ്റ് ഈസ് സൈസ് കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ പോരെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് അറ്റോമിക് റേഡിയസ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അറ്റോമിക് റേഡിയസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യപ്പെടും? കുറയും എന്ന് ഓർക്കുക. ദാറ്റ് ഈസ് അറ്റോമിക് റേഡിയസും അയണൈസേഷൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് എന്ന് ഓർത്താലും മതി. അറ്റോമിക് റേഡിയസ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് റേഡിയസ് കുറഞ്ഞാലോ? അറ്റോമിക് റേഡിയസ് കുറവ് മീൻസ് ഔട്ടർ ഇലക്ട്രോൺ ആരുടെ അടുത്തേക്ക് വരും? ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാല് ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസിന്റെ ചാർജ്. ജസ്റ്റ് മനസ്സിലാക്കുക, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്തോറും ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ അട്രാക്റ്റുള്ള കപ്പാസിറ്റി കൂടുകയല്ലേ. അപ്പം ന്യൂക്ലിയസിന് ചാർജ് കൂടിയാൽ ഇലക്ട്രോണിനുള്ള അട്രാക്ഷൻ കൂടും അല്ലെ. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയാൽ ഒരുപാട് എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പിയും കൂടും എന്നുള്ള കാര്യം ഓർക്കുക. കാര്യം മനസ്സിലായോ? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടി, ന്യൂക്ലിയസ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് അട്രാക്ട് വയ്ക്കാൻ പറ്റും. ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോണിന് ന്യൂക്ലിയസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ന്യൂക്ലിയസിന്റെ പവർ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് എനർജി കൊടുത്താൽ മാത്രമേ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും, അയണൈസേഷൻ എൻതാൽപ്പിയും കൂടും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ജസ്റ്റ് മനസ്സിലാക്കുക, അയണൈസേഷൻ എൻതാൽപ്പിയും ന്യൂക്ലിയർ ചാർജും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് ഓർത്താലും മതി. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ്. സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു മൾട്ടി ഇലക്ട്രോൺ മോളിക്യൂൾ, ഒരുപാട് ഇലക്ട്രോണുകളുള്ള മോളിക്യൂളിനകത്ത് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ സ്ക്രീൻ ചെയ്യും. ദാറ്റ് മീൻസ് ഔട്ടർ ഷെൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഇവയ്ക്കിടയിൽ ഒരു സ്ക്രീൻ ആയിട്ട് മറ്റു ഷെല്ലുകൾ ആക്ട് ചെയ്യും. ഒരുപാട് ഷെല്ലുകളുള്ള ഒരു ആറ്റത്തിന്റെ കേസിൽ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിനും ന്യൂക്ലിയസിനും ഇടയിൽ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഷീൽഡ് മറയായിട്ട് ഇന്നർ ഷെല്ലുകൾ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. കാര്യം മനസ്സിലായോ? അങ്ങനെ ആക്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയും. സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ്. ഔട്ടർ ആരുണ്ട്? ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഇവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് നമുക്കറിയാമല്ലോ. നടുക്കൊരു സ്ക്രീൻ വന്നാൽ, ഇടയിൽ ഒരു മറ വന്നാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആവുകയല്ലേ. ദാറ്റ് മീൻസ് വളരെ വേഗമായി റിമൂവ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. കാര്യം മനസ്സിലായോ? സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയും. കാര്യം മനസ്സിലായോ? സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ്. ഔട്ടർ ആരുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. ഇനി സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിലുള്ള അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഷെല്ലുകൾ ഇതിനിടയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? സ്ക്രീൻ ആയിട്ട്, ഷീൽഡ് ആയിട്ട്, മറയായിട്ട് ആക്ട് ചെയ്യും. ന്യൂക്ലിയസ്, ഔട്ടർ ഇലക്ട്രോൺ, ഇടയിൽ ഒരു മറ. ദാറ്റ് മീൻസ് ഈ ന്യൂക്ലിയസിന് ഔട്ടർ ഇലക്ട്രോൺ അട്രാക്റ്റുള്ള കപ്പാസിറ്റി കുറയുകയല്ലേ. ദാറ്റ് മീൻസ് വളരെ വേഗം ആരെ റിമൂവ് ചെയ്യാൻ സാധിക്കും? ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് സ്ക്രീനിങ് ഇഫക്റ്റ് കൂടിയാൽ, മറയുടെ ഇഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ വളരെ വേഗം ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് അയണൈസേഷൻ എൻതാൽപ്പി കുറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദാറ്റ് ഈസ് സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. നാലാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. Presence of half filled and completely filled orbitals. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ഓർബിറ്റലിനകത്ത് ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺ വന്നാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺ വന്നാലും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഒരു ആറ്റത്തിനകത്ത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വന്നാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് വന്നാലും അതിന്റെ സ്റ്റെബിലിറ്റി മറ്റുള്ളവയേക്കാൾ കൂടുതലായിരിക്കും. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ സ്റ്റേബിളായ ഒരു സാധനത്തിന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. സാധനം സ്റ്റേബിൾ ആണ്, അതിനെ റിയാക്ട് ചെയ്യാറില്ല. അതിൽ നിന്ന് ഇലക്ട്രോൺ എടുത്ത് കളയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദാറ്റ് മീൻസ് സ്റ്റെബിലിറ്റി കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കൂടും. സ്റ്റെബിലിറ്റി കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും.
ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും വന്നാൽ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ അയണൈസേഷൻ എന്താൽപ്പിയും കൂടും. കാര്യം മനസ്സിലായോ? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വന്നാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ വന്നാലും സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുന്നതുകൊണ്ട് എന്ത് കൂടും? അയണൈസേഷൻ എന്താൽപ്പിയും കൂടുമെന്ന് ഓർക്കുക. അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ the subshells from which electrons can be removed. ഏത് ഓർബിറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്? ജസ്റ്റ് മനസ്സിലാക്കുക. ന്യൂക്ലിയസിന് അടുത്തിരിക്കുന്ന ഷെല്ലാണ് എസ്. നമുക്കറിയാം ന്യൂക്ലിയസ്, അതിനടുത്തിരിക്കുന്ന ഷെല്ലാണ് എസ്. അതിന് തൊട്ടടുത്താണ് ആര് വരിക? പി. അതിനടുത്ത് എന്ത് വരുള്ളൂ? ഡി. അതിനടുത്ത് എന്ത് വരത്തുള്ളൂ? എഫ് വരത്തുള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്കിയേ, എവിടെ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിരിക്കും എളുപ്പം? എസിൽ നിന്നാണോ, പിയിൽ നിന്നാണോ, ഡിയിൽ നിന്നാണോ, എഫിനാണോ? എസ് ന്യൂക്ലിയസിന് അടുത്തായിരിക്കുന്നത്. ന്യൂക്ലിയസിന് അടുത്തിരിക്കുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. പി അല്പം കൂടെ അകലെയല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതിനേക്കാൾ കുറവായിരിക്കും. ഡി ലേശം കൂടെ അകലെയല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പിന്നെയും കുറയും. എഫ് തീരെ അകലെയല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തീരെ കുറവായിരിക്കും. അപ്പൊ എവിടെ നിന്നായിരിക്കും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എളുപ്പം? എഫിനകത്തു നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് അയനൈസേഷൻ എന്താൽപ്പി തീരെ കുറവായിരിക്കും. ഏറ്റവും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കഷ്ടം എവിടെ നിന്നായിരിക്കും? എസ് ഇലക്ട്രോൺ. കാരണം എസ് ഇലക്ട്രോൺ എവിടെ ഇരിക്കുക? ന്യൂക്ലിയസിന് അടുത്തല്ലേ. ദാറ്റ് ഈസ് അയനൈസേഷൻ എന്താൽപ്പി വളരെ വളരെ കൂടുതൽ എവിടെയായിരിക്കും? എസ് ആയിരിക്കും. ഇതിനിടയിലായിരിക്കും ബാക്കി വരിക. ഓർമ്മ ഉണ്ടാവോ? കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വളരെ കഷ്ടപ്പെടുന്നതായിരിക്കും എസ് ഓർബിറ്റൽ എന്നായിരിക്കും. കാരണം എസ് എവിടെ ഇരിക്കുക? ന്യൂക്ലിയസിന് അടുത്തല്ലേ ഇരിക്കുക. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലല്ലേ. ദാറ്റ് ഈസ് അയനൈസേഷൻ എന്താൽപ്പി എവിടെ കൂടുതലായിരിക്കും? എസ് ഓർബിറ്റലിലെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടി വളരെ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? എഫ് ന്യൂക്ലിയസിന് അകലെയാണ് ഇരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇത്രയും ഫാക്ടറുകളാണ് നമ്മുടെ അയനൈസേഷൻ എന്താൽപ്പി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്. ഓർത്തു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അറ്റോമിക് റേഡിയസ്, ന്യൂക്ലിയർ ചാർജ്, സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ്, half filled and completely filled orbitals, and last one the shells അല്ലെങ്കിൽ സബ് ഷെൽസ് from which electrons can be removed. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതുമാണ്, വളരെ സിമ്പിളുമാണ്. ഓർത്ത് വെച്ച് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഇനി അയണൈസേഷൻ എന്താൽപ്പിയുടെ പീരിയോഡിക് ട്രെൻഡ്സ് കൂടെ നമുക്ക് പറയാൻ കഴിയണം. ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? ജസ്റ്റ് നമുക്ക് ഓർത്താൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഫ്രം ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പ് അറ്റോമിക് സൈസ് കൂടും. നേരത്തെ നമ്മൾ അറ്റോമിക് റേഡിയസിൽ പറഞ്ഞു അല്ലേ. അറ്റോമിക് സൈസ് കൂടിയാൽ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലൊക്കെ നമ്മൾ അകലം എന്താണ്? കൂടുകയല്ലേ. കൺഫ്യൂഷൻ ഉണ്ടോ? ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലൊക്കെ നമ്മൾ അകലം കൂടുകയല്ലേ. അകലം കൂടിയാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. ദാറ്റ് ഈസ് അയണൈസേഷൻ എന്താൽപ്പി കുറയും. ദാറ്റ് ഈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ്. From top to bottom the group ionization enthalpy decreases. Why എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? നേരത്തെ പറഞ്ഞ അതേ റീസൺ. From top to bottom the group as the atomic number increases, number of shells increases, size increases. മുകളിൽ താഴേക്ക് അറ്റോമിക് നമ്പർ കൂടും, ഷെല്ല് കൂടും, സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസ് അകലെ പോകും ഇലക്ട്രോൺ. വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയല്ലേ. അങ്ങനെയാണെങ്കിൽ പീരീഡിൽ എങ്ങനെയായിരിക്കും? ജസ്റ്റ് മനസ്സിലാക്കുക. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ് അറ്റോമിക് സൈസ് കുറയുന്നേരത്തെ പറഞ്ഞല്ലേ. സൈസ് കുറഞ്ഞാൽ ഔട്ടർ ഇലക്ട്രോൺ എവിടേക്ക് വരും? ന്യൂക്ലിയസിന് അടുത്തേക്ക് വരില്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലല്ലേ, ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരില്ലേ. ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. Why എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ് as the atomic number increases, number of shells remains same. number of shells എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? പക്ഷെ എന്ത് കൂടുന്നുണ്ട്? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. Therefore ionization enthalpy increases. സൈസ് കുറഞ്ഞാൽ ന്യൂക്ലിയസിന് അടുത്തേക്ക് ഔട്ടർ ഇലക്ട്രോൺ വന്നാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും, അയണൈസേഷൻ എന്താൽപ്പി കൂടുമെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുന്ന കാര്യമല്ലേ. പീരിയോഡിക് ട്രെൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ദ ഗ്രൂപ്പ് അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ് ആൻഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരിയഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. കൺഫ്യൂഷൻ ഉണ്ടോ? വളരെ സിമ്പിൾ ആയി ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ.